കവിത തീവണ്ടിയൊച്ചയിൽ അവളുടെ വീട്. രചന ബിനു ആനമങ്ങാട്. പാസഞ്ചർ തീവണ്ടികൾ മാത്രം നിർത്തുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പിറകിലായിരുന്നു അവളുടെ കൊച്ചു വീട്. നിർത്താതെ പോകുന്ന തീവണ്ടികളൊക്കെയും അപ്പൻ്റെ നെഞ്ചിൽ തീ കോരിയൊഴിച്ചുകൊണ്ട് വീടിനെ ഞെട്ടിച്ചു. വീട് വിറയ്ക്കും, ഒപ്പം അവളും. നിർത്തുന്ന തീവണ്ടികളിൽ നിന്നിറങ്ങി പാലം മുറിച്ചു കടക്കുന്ന യാത്രക്കാർ അവളുടെ വീടിനെ കാണും, അവളെയും. തീവണ്ടിയൊച്ച കേൾക്കുമ്പോൾ "കേറിപ്പോ" എന്ന നിലവിളിയൊച്ചയിൽ അമ്മ വെളിപ്പെടും. തീവണ്ടി മണമാണ് അവൾക്കെന്ന് കൂട്ടുകാർ പറയുമ്പോൾ അവൾ സ്വയം മണപ്പിച്ചു നോക്കും. രാത്രികളിൽ തലയ്ക്കകത്തൂടെ തീവണ്ടി കിതച്ചോടുമ്പോൾ അവൾ പൈപ്പിൻ ചോട്ടിലേക്ക് ഓടും. അമ്മ കണ്ടാൽ മുഴുപ്പിരാന്തിയെന്നോ ജലപിശാചെന്നോ അലറിക്കൊണ്ടോടിവന്ന് നെറുകം തലയിൽ കിഴുക്കും. തല താഴ്ത്തി അമ്മയുടെ നിലവിളിയൊച്ചയ്ക്കൊപ്പം നടക്കുമ്പോൾ അവൾ സ്വയം മണത്ത് നനഞ്ഞ കക്ഷങ്ങളിൽ തീവണ്ടി മണം പരതും. ഓർമ്മ വെച്ച കാലം മുതൽ അവൾ കാണുന്നുണ്ട് ഉമ്മറച്ചുമരിന്മേൽ വരച്ചു വെച്ച പോലൊരു വിള്ളൽ. വീട് വിറയ്ക്കുമ്പോഴൊക്കെ നീണ്ടു നീണ്ടു വരുന്ന പിളർപ്പിലേക്ക് അവൾ അറിയാതെ കണ്ണെത്തും. ലോകത്തോട് മുഴുവനുമുള്ള വെറുപ്പ് ചവച്ചരച്ച് ശവം എന്ന് നീട്ടിത്തുപ്പും അപ്പൻ. വീടൊഴിയാൻ നോട്ടീസ് വന്നപ്പോഴും നിർത്താതെ പോയൊരു തീവണ്ടി തെറിപ്പിച്ച 16 വയസ്സിൻ്റെ ഇടതുകാൽ മുറ്റത്ത് വന്ന് വീണപ്പോഴും അവൾ 10ാം തരം പാസ്സായപ്പോഴും അപ്പൻ നീട്ടിത്തുപ്പി ശവം. പുസ്തകങ്ങളും ചോറ്റുപാത്രവും ശവം എന്ന് പാളങ്ങളിൽ പുതഞ്ഞുപോയ ഒരു നട്ടുച്ച നേരത്ത് നിലവിളിപ്പൊന്തകൾക്കുള്ളിൽ ഭയന്നിരിക്കുന്ന കൂട്ടം തെറ്റിയ ഒരു ബോഗിയാണ് വീടെന്ന് അവൾക്ക് തോന്നി. കല്ലുവെട്ടുകുഴിയിൽ ഒളിച്ചു കളിക്കുമ്പോൾ തിരികെ എത്താനുള്ള വഴി മറന്നു കരഞ്ഞ 4 വയസ്സുകാരിയായി അവൾക്ക് വീട്. കണ്ണുപൊത്തി കളിക്കുന്ന കുറേയേറെ ബോഗികൾക്കിടയിൽ മുറിഞ്ഞോ കരഞ്ഞോ ചോരയൊലിപ്പിച്ചോ പോലും തിരികെ എത്താനാകാത്ത ഒരു പാവം ബോഗി. മടങ്ങിയെത്താനാകാത്ത ദൂരങ്ങളിൽ നിന്ന് മറന്നുപോയ വഴികൾ നിലവിളിച്ചാർത്തപ്പോൾ തീവണ്ടി ഒച്ചകളിൽ നിന്നും മണങ്ങളിൽ നിന്നും ചിതറിയോടിയ അവൾക്കൊപ്പം നിർത്താതെ പോയ തീവണ്ടി ഒച്ചയിൽ പിന്നെയും വീട് വിറച്ചു. അപ്പനും. അവളുടെ നീലക്കുപ്പായം ഇടത് കൈയിൽ ചുരുട്ടിപ്പിടിച്ച് അപ്പൻ എപ്പോഴും അലറി ശവം.